ഹായ്ക്കോണ ഗൈസ്. ചായ എന്താ വരാത്ത? ചായ പറഞ്ഞില്ലടാ ബിജു. പോയി പറ ബോസേ. ഹലോ മാർഷൽ, ആരോട് മരിത്തള്ളു തള്ളണ നീ? ഓക്കെ. ഹലോ ഗൈസ്, ദിസ് ഈസ് ദുബായ് കോണയിലെ ചായകുടി. അല്ല, ദുബായ് കോണയിലെ ചായകുടി. ദുബായ് കോണയിലെ ഞങ്ങളുടെ റൂമിന്റെ അടുത്തുള്ള മദീനയിലെ ചായ 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 നല്ല ഫ്രഷ് മിൽക്ക് ടീ ഫ്രം അൽമദീന. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? അന്തസ് അവൻ്റെ പേര്. ഒരു കടി മാത്രം ചോദിച്ചു. ഒരു കടി ജാട. ഞാൻ ചിക്കനിക്ക് എത്തിയില്ലടാ, ഞാൻ മറ്റേ സ്ഥലത്ത് നല്ല ചിക്കനൊക്കെ ആവും നിന്നു. ഒരു ചായ കൂടി കിട്ടാണ്ട് എണ്ണാൻ പോയത് ബിജു. അങ്ങനെ ഇപ്പൊ തന്നെ ഞാനൊരു 5-6 വിറ്റ് പറഞ്ഞു. അതൊന്നും എടുത്തില്ല. ഒരാള് ചിരിച്ചില്ല. എന്റെ കോമഡിക്ക് ചിരിക്കാൻ വേറെ തെണ്ടികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ഡയലോഗ് ശ്രമിക്കുന്നത് കണ്ട ആരും ചിരിക്കണില്ല. അതറിയാം. ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ചാണ് അല്ലേ? വെറൈറ്റി കോമഡി ആയിട്ട് അത് ജീവക്കിന്റെ വന്തിർച്ച സിംഗം. പബ്സൊക്കെ തീർന്നു. അവിടെ ഒന്നുമില്ല. സാറേ എന്താണ് എത്തി? ഭാസ്കരനാണോ പറയണേ? നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഭാസ്കരനാരെന്ന് മനസ്സിലായില്ലെങ്കിൽ കാണിച്ചുതരാം. ഉറപ്പിക്കില്ല. കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുപോകണം. ഭാസ്കരനാ പറയുന്നേ. കൈവച്ച ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. അല്ല, റിയൽ സിനിമയിലെ വ്യൂ. കൺവിൻസിങ് സ്റ്റാർ പോലെ ഉണ്ട് ഭാസ്കരൻ. വാ. ഞാൻ എന്റെ ഹെൽപ്പ് വേണ്ട. എടാ ഞാൻ ഹെൽപ്പ് അത് വേണ്ട. നമ്മളാദ്യം തോല് കളയാൻ വെട്ടവനെ വെട്ട് പാപ്പ. നമ്മള് ശരിക്കും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. മാർഷൽ, ഏതെങ്കിലും ഒരു പൊടി നമ്പറും ടെക്നിക്കുകളും ഒന്ന് പറഞ്ഞുതരുമോ? പൊടി നമ്പർ ഞാൻ നേരത്തെ വെട്ടുമ്പോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഐസ് കളയാനുള്ള ടെക്നിക്ക്. അതെന്തായിരുന്നു? അയ്യോ വേണ്ട. അതെ. നമ്മൾ തോല് ബിരിയാണിക്ക് തോല് വേണ്ട. ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ബട്ട് ബിരിയാണി ആവുമ്പോൾ തോല് വേണ്ട. എടാ ഇന്ന് ബിരിയാണിയാണോ ഉണ്ടാക്കണേ? മാർഷൽ, ഇന്ന് എന്ത് ബിരിയാണി ഉണ്ടാക്കണേ? ചിക്കൻ ദംദാലു ബിരിയാണി. എടാ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയും ചോറാന്നാ. എടാ ഈ ചിക്കൻ ദംദാലു ബിരിയാണി ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും കഴിച്ചിട്ടില്ല. എന്താടാ അങ്ങനെ ഒരു ടെല്ലിങ്? കുട്ടാ കുഞ്ഞാ ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യും. അവിടെ എടുത്ത് നോക്കിയ പഞ്ചസാര കട്ട് തിന്നണേ.
വാ നമുക്കൊരു ഡാൻസ് കളിക്കാം. അയ്യോ എനിക്ക് ഷുഗറാ. വന്നു വന്നു വന്നു. 5 കിലോ അല്ല 5 കിലോ. എടാ നീ ചത്ത കോഴീനെ പിന്നെയും കൊല്ലണോ? ഇങ്ങനെ കൊല്ല ചെയ്യല്ലേ മാർഷൽ. ഇനിതേ ഇതിനെ നമ്മൾ ബിരിയാണി പീസുകളാക്കി ആക്കാൻ പോവാണ്. എടാ ഇവനെ ചിക്കൻ വെട്ടാൻ മറ്റേ എടാ അവൻ അത് ഉണ്ടാക്കാൻ വൈകിക്കൊണ്ടാണ് സമയം വൈകിയത് കൊണ്ടുവരാൻ. എടാ പറഞ്ഞ പോലെ അനുസരിക്കും. അതാണ് നമ്മുടെ. അല്ലടാ എടാ പാട്ടിട്ടോ നിനക്ക്. മിന്നും പടയുടെ മാർക്കോ വേണ്ടേ? റോളക്സ് അവൻ പേര് ദില്ലി. റോളക്സ് അവൻ പേര് ദില്ലി. ബിരിയാണി പീസ് എന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് ഉണ്ടാവും. എടാ ഹലാൽ കട്ട. ഹലാൽ എന്ന് വെച്ചാൽ എന്താ അറിയോ? എടാ പാട്ടിട്ട് കൊടുക്കടാ. സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 സവാള ഗിരി ഗിരി ഗിരി. ഇപ്പൊ പ്രോയായി. മാർഷൽ ദുബായിൽ വരുന്നതിന് മുമ്പ് നാട്ടിൽ നിനക്ക് എന്തായിരുന്നു പണി? ഞാൻ അവിടെ ഇറച്ചിവട്ടായിരുന്നല്ലോടാ. ഞാനായിരുന്നു അവിടെ ICMR അടിച്ച് കിട്ടുണ്ടായിരുന്നു. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്തൊക്കെയാണ്. വിജു നീ ദുബായ് വരുന്നതിന് മുമ്പ് നാട്ടിൽ എന്തായിരുന്നു പരിപാടി? കല്യാണരാമൻ. ഈ പണി ഇപ്പോഴും ഉണ്ടോ ഈ വേക്കൻസി? എങ്ങനെയാ അപേക്ഷിക്കണ്ടേ സാർ? കുമ്പിട്ട് തുടക്കന്റെ ജീവൊക്കെ അടിച്ചു വാരിയേ. രാഷ്ട്രീയ അതാ രാഷ്ട്രീയ കോമൺ അല്ല. എന്താണ് ഇവിടുത്തെ കോഴിയുടെ പ്രത്യേകത? ഇവിടുത്തെ കോഴിയുടെ പ്രത്യേകത പറഞ്ഞാലേ മാംസം കുറവും തൊലി കൂടുതലും. പിന്നെ തൊലിയുടെ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം നെയ്യ്. പക്ഷെ നാട്ടിലങ്ങനെയല്ല. നാട്ടില് മീറ്റ് കൂടുതല. മീറ്റിനനുസരിച്ചുള്ള തോലും. അല്ല നമുക്ക് തൊലിയായിട്ട് അങ്ങനെ കിട്ടലില്ലല്ലോ മിക്കയിടത്തും. മൊത്തത്തിലാണ് നമ്മുടെ നാട്ടിലെ പൈസ ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ സഞ്ജയ് ടെക്കി ആദ്യമായിട്ട് മോപ്പ് തൊടുകയാണ്. ഗൈസ് കണ്ടോളൂ ഗൈസ്, സഞ്ജയ് ആണെന്ന് മോപ്പ് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓൾമോസ്റ്റ് 1 year ആയി ഇവിടെ വന്നിട്ട്. ടെക്കി ആദ്യമായിട്ട് മോപ്പ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എവിടെ ആ മുഖം ഒന്ന് കാണിക്കൂ, ചിരിക്കൂ, സ്മൈൽ. ഓ ഓ ദേ പൊടി തുടച്ചെടുത്ത് വീണ്ടും വീണ്ടും പൊടി. Who is the chef today? വെള്ളം വിളിച്ചത് പഞ്ചസാര കേക്കാൻ വന്നാണോ? പിന്നെ ടച്ചിങ് സൈ. നീ ആര് ആരോ മത്സരമൊക്കെ പറ. ആരാടാ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും കരിച്ച?
മതിയാണോ? അല്ലടാ എടാ പെപ്സി റോയൽ ഡച്ച് പെപ്സി. പെപ്സി പെപ്സിയാണോ? ജോർജ് പെപ്സി? അതെ മേരി മേരി അതാണ് എടുക്കണ്ടേ എന്റെ മോൻ എടുക്കണ്ടേ? നീ ബീർ കുടിക്കണത് വീഡിയോ എടുക്കട്ടെ. പിന്നെ കുറച്ച് അടുത്ത് ക്ലോസ് ഇടണം നമ്മള്. ഇങ്ങനെ കുറച്ച് ഉള്ളി പോയി. മാർക്കോ എന്താ ചെയ്യണ ഇവിടെ? ചാകാൻ പേടിയാണല്ലേ? ചത്ത കോഴീനോട് ചോദിക്കുന്ന ചോദ്യമാണോ അത്? വിക്ടറിനെ കൊന്നവരെന്താ ചെയ്യാ? മാർഷലെ വിക്ടറിനെ കൊന്നവരെന്താ ചെയ്യാ? അല്ല മാർഷല മാർക്കോ മാർക്കോനെ മാർക്കോ ആ വൃത്തിയായി തുഴക്കാൻ കേട്ടോ കഴുക. ആ സൈഡില് കാത്ത് മേലെ, ഈ സൈഡില് കാത്ത് റൈറ്റില, കാത്ത് കീഴെ, കാത്ത് മേലെ കാത്തടിക്കത് സൈഡില് പാത്ത് കുപ്പ മേടുമാ ആ കുപ്പ മേടുമാ. ആ കഞ്ചാളൊക്കെ ആണല്ലോ, അവരെയും കൂടി വെറുപ്പിക്കല്. ഇവ നല്ല സ്മെല്ലുണ്ട് ബിജു. നീ ഇത് കണ്ടു ജോബ് ഇന്റർവ്യൂ ആണ് കണ്ടു പഠിച്ചിട്ട് ഇപ്പൊ ഉണ്ടാക്കണോ? പുറത്തേക്ക് കളയണ്ടടാ നീ. അത് കരിഞ്ഞ പീസ് ഞാൻ ഓട്ടോമാറ്റിക്കലി കളയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ട്. മറ്റേ പാടത്ത് നെല്ലിങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു മെഷീനില്ലേ, അതിന്റെ കയ്യ എവിടേക്ക് അടിച്ച് കയറണേ? ആരും ചിരിക്കാത്തോണ്ടാണോടാ നീ ഒറ്റയ്ക്ക് ചിരിക്കണേ? 2025 തുടങ്ങിയപ്പോഴല്ലോ എനിക്ക് വേണ്ടി ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ആര് ചിരിക്കും? ഞാൻ തന്നെ ചിരിക്കും. ഇതാണോ ന്യൂ ഇയർ റെസൊല്യൂഷൻ? അത് വലിയൊരു നിനക്ക് അറിയില്ല. നമുക്കൊരു അതിന്റെ മക്കളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മളെന്നെ മതിയെന്ന് സെൽഫ് മോട്ടിവേഷൻ ശ്വാസം എടുത്തോണ്ടാ. ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ചെയ്താൽ നീ പോയിട്ട് ഡിഷ് വാഷർ എടുത്തോണ്ട് വരൂല്ലേ? അപ്പൊ അതില്ല. അപ്പോൾ നമ്മളെ എന്ത് നാടൻ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത വേപ്പില നമ്മൾ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നിനക്ക് തരുന്ന പണി നല്ല കരിയാണ്ട് നോക്കുക. ഇൻഫ്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഗിരിഗിരി പീറ്റർ നീ ഒന്ന് ഇങ്ങോട്ട് നോക്കടാ, ഒന്ന് നോക്കടാ. അയ്യോ ബാഗ്മേറിന്റെ സൗണ്ട് അനുകരിച്ചിട്ട് പീറ്റർ ആയല്ലോ. നമ്മൾ സവാള ഇട്ടു. ഇനി ഇത് വേഗം വാടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് താളിച്ചു കൊടുക്കും. ഉപ്പ് താളിക്ക്? എടാ താളിക്കലിന്റെ മീനിങ് വേറെ അല്ലേ? ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട പോറ്റി. ഇത് ഭ്രമയുഗ. പിന്നെ നമുക്ക് സ്പൈസി ആണ് ഇഷ്ടം. സോ മുളക് പൊടി. നമ്മൾ ഓൾറെഡി മസാല നമ്മൾ ഓൾറെഡി ചിക്കനിൽ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും മസാലയ്ക്ക് നമ്മൾ ലേശം കുറച്ചുകൂടി ഭാസ്കരനാ പറയണേ. എന്നാ പറയണേ, നോം ഇതെല്ലാം കണ്ടിരിക്കണു. പിന്നെ അത് ഈ ചിക്കൻ കറി അല്ലെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി വേറെ എവിടെയും കിട്ടില്ല. കാരണം അത് ഇവിടെ ഉണ്ടാക്കിയത്. ഓക്കെ ഗൈസ്, ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു നമുക്കൊരു സ്ലൈമി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാം. ചിക്കൻ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. യെസ്. സോ വീണാസ് കിച്ചൻ, ആസ് യു ക്യാൻ സീ പോറ്റീസ് കിച്ചൻ.
അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ, കിച്ചണല്ല ചിക്കൻ ഈ ഞാൻ ഇനി ഇത് കണ്ടോ മസാല കുറച്ചുള്ള അതും കൂടി നമുക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. നന്നായി 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 നമ്മൾ അതിനെ സോട്ട് ചെയ്തെടുക്കണം. സോട്ടല്ല, ശരിക്കും റോസ്റ്റ് ആവണം. ശരിക്കും മിക്സ് ചെയ്യുക. അവ മിക്സ് ചെയ്യുന്ന നേരത്ത് നമുക്കിവിടെ തൈരുണ്ടാക്കാം. സർലാസ്, ചിലർ റൈത്ത എന്ന് പറയും, ചിലർ കച്ചമ്പർ പറയും, ചിലർ സർലാസ്. കല്ലുപ്പ് എന്താ? നമ്മുടെ ഷെഫ് മാറിയുണ്ട്. ഷെഫ് വേറെ ആളാണ് ഇപ്പൊ. കുറച്ച് കുറവുകളുണ്ടായിരുന്നു, അത് ശരിയാക്കാനായിട്ട് എന്നെ വിട്ടേക്കണതാ. അത് വേണ്ടോട്ടോ, കേട്ടോ. ഇപ്പൊ എല്ലാം കൂട്ടും. ഇപ്പൊ എല്ലാം കൂട്ടും. ശരിക്കും ഇങ്ങനെ ഇടാൻ പാടില്ല, ശരിക്കും മിക്സ് ആവില്ല എന്ന് പറയാ. ബിക്സോ മിക്സ് അല്ല, മിക്സ്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഗൈസ്. കാണുന്നവരുണ്ടെങ്കിൽ ഇത് അങ്ങനെ അങ്ങനെ പെണ്ണ് കിട്ടാണ്ടിരിക്കല്ലോ ഇവിടെ ആരും. നീ അങ്ങനെ പറയല്ലടാ ക്ലിൻറ്റ. ദമ്മ് ദമ്മ് മസ്ത് ഹേ. അങ്ങനെ ഗൈസ് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ലാസ്റ്റ് നമ്മൾ അടിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാപ്പു അല്ല ഞാനൊരു കാര്യം ചോട്ടെ, ചിക്കൻ കുറച്ച് അല്ലടാ, ചിക്കൻ കുറച്ചിടുക, റൈസ് കുറച്ചിടുക, ചിക്കൻ കുറച്ചിടുക. പരത്തിയ ശരിക്കും പരത്തിയ